സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, കഴിഞ്ഞ ദിവസമൊക്കെ അതിശക്തമായ മഴയാണ് പലയിടത്തും ഉണ്ടായത്, ഇടിമിന്നലോട് കൂടിയ മഴ. ഇന്ന് എങ്ങനെയൊക്കെയാണ് മുന്നറിയിപ്പുകൾ? ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. പരക്കെ മഴയുണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 6 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നഗരത്തിൽ നമുക്കറിയാം, തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വെള്ളക്കെട്ടടക്കം രൂപപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മഴ തന്നെ, അത്തരത്തിലുള്ള ഒരു മഴ തന്നെ തുടരാനുള്ള സാഹചര്യമാണ് സംസ്ഥാനത്തൊട്ടാകെ ഉള്ളത്. 55 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഒപ്പം തന്നെയാണ് കേരള തീരത്തും മത്സ്യബന്ധനത്തിന് ഇന്നും വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യം. അറബിക്കടലിലും അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലും ചക്രവാത ചുഴി രൂപപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ 4 ദിവസത്തിനുള്ളിൽ തന്നെ കാലവർഷം സംസ്ഥാനത്തേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കാലവർഷം കന്യാകുമാരി കടൽ തീരം വരെ എത്തിയതായാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തൊട്ടാകെ ഉണ്ട് എന്നാണ്. അത് കാലവർഷം എത്തുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ മഴ ശക്തമായി തന്നെ തുടരുന്നത് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. കാറ്റ് വീശുന്നതിനും സാധ്യതയുള്ളതിനാൽ തന്നെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി പാലിക്കണമെന്ന നിർദ്ദേശം കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. ഇന്നലെ തുടർന്നതുപോലെയുള്ള ശക്തമായ മഴ പരക്കെ സംസ്ഥാനത്താകെ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. 6 ജില്ലകളിലെ യെല്ലോ അലർട്ട് തുടരുന്നുമുണ്ട്. ഇന്നലെ ഒരു സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് യെല്ലോ അലർട്ട് മാറി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ശക്തമായ മഴ തന്നെയായിരിക്കും ഇന്നും തുടരുക എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പിൽ പറയുന്നുണ്ട്. ശരി, എന്തായാലും മഴ ഇന്നും ശക്തമായി തന്നെ തുടരും. ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം അതിശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലും കൂടിയുണ്ട്. അതുകൊണ്ട് ആളുകൾ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിക്കുക. രജിത്താണ് വിവരങ്ങൾ നൽകിയത്.